ആഹാരത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ആഹാരം കിട്ടാതെ പട്ടിണി കിടന്ന് കഷ്ടപ്പെടുന്നവർ നാട്ടിൽ ഏറെയുണ്ട്. എന്നാൽ ആഹാരമുണ്ടായിട്ടും പട്ടിണി സമരങ്ങളിൽ ഏർപ്പെടുന്നവരുടെ കാര്യം അങ്ങനെയല്ല. സ്വാശ്രയ വിഷയത്തിൽ നിയമസഭയ്ക്ക് മുന്നിൽ നടത്തിയ UDF നിരാഹാരം ഇങ്ങനെ പലവിധ സംഗമത്തിനുള്ള ഒരു വേദിയായിരുന്നു. പട്ടിണി കിടന്ന് നിരാഹാര സമരം നടത്തിയ കോൺഗ്രസ് MLA-മാരുടെയും ഇടനേരങ്ങളിൽ വയറു നിറച്ച് കഴിച്ച് വരുന്ന ലീഗ് MLA-മാരുടെയും സംഗമം. ഇക്കാര്യത്തെക്കുറിച്ച് അരിപ്രതിസന്ധിയുടെ കാലത്ത് ആവോളം ഓർമ്മിക്കുകയാണ് AN ഷംസീർ. കോൺഗ്രസിന്റെ നിരാഹാര സമരവും മുസ്ലിം ലീഗിന്റെ ആഹാര സമരവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സംസം എന്ന്, ഉച്ചക്ക് ലഞ്ച് സിന്ദൂർ എന്ന്, വൈകുന്നേരം തേങ്ങാപ്പത്തില് ആലിബാബ എന്ന്. ഇതെന്ത് സമരമാണ്? ലീഗിന്റെ ഭക്ഷണം കഴിച്ചു എന്നാ പിന്നെ കൈമഴി കഴുകണ്ടേ? മറുഭാഗത്ത് പട്ടിണി കിടക്കുന്നവരുടെ മൂക്കിലേക്ക് അടിച്ചു കയറുകയാ. ഭക്ഷണം കഴിച്ചു വന്നവർ ഓടി വന്ന് ഇരിക്കുമ്പോൾ ദിതി. ഒരു ഭാഗത്ത് നിരാഹാര സമരം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 6 മണിക്കൂർ 600 ഫ്ലക്സാ. 6 മണിക്കൂർ നിരാഹാരം ഇരിക്കാൻ 600 ഫ്ലക്സ് അടിച്ച ഹരിതന്മാർ നടത്തിയ സമരം നിങ്ങൾ കണ്ടല്ലോ കേരളീയ പൊതുസമൂഹം. അതിനുശേഷം KSUക്കാരന്റെ സമരം. KSUക്കാരന്റെ സമരത്തിൽ പട്ടണം റഷീദ് പങ്കെടുത്തിരുന്നു. മേക്കപ്പ് മാൻ. കാരണം ചോര വരുന്നില്ല. ഈ സഭക്കകത്തിരിക്കുന്ന ഞങ്ങൾ നിങ്ങളുടെ കാലത്ത് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരാവരാ. ഈ സഭക്കകത്തിരിക്കുന്ന ഞങ്ങൾ നിങ്ങളുടെ കാലത്ത് ജയിലിലടക്കപ്പെട്ടവരാ. ഇവിടെ പോലീസ് അടിക്കുന്നതിനേക്കാൾ മുമ്പ് പട്ടണം റഷീദിന്റെ ശിഷ്യന്മാരെ കൊണ്ട് മേത്തൊഴിപ്പിച്ചു ചുവന്ന മഷി. ഇതെന്ത് സമരമാണ്? മറുഭാഗത്ത് MSFന്റെ സമരം നമ്മൾ കണ്ടു. MSFന്റെ സമരം എന്ന് പറയുമ്പം കുട്ടിത്തങ്ങളുടെ സമരമാണ്. കുട്ടിത്തങ്ങളുടെ സമരം മുദ്രാവാക്യം. MSF ഒരു പുതിയ മുദ്രാവാക്യം രൂപപ്പെടുത്തി. അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപതരാതെ ഓടും ഞങ്ങൾ. ഒരു ചാനലിനകത്ത് ചർച്ച കഴിഞ്ഞപ്പം മറുഭാഗത്തിരുന്ന MSF യൂത്ത് ലീഗിന് ചോദിച്ചല്ലോ, അതെന്താ ചെറുപ്പക്കാരൻ ഓടിയത്? അത് ലൊഹർ ബാങ്ക് വിളിച്ചപ്പോൾ നിസ്കരിക്കാൻ ഓടിയതാ. ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നു, ആ ചെറുപ്പക്കാരൻ നിങ്ങൾ നാടിന് കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് ഒരു പരിശീലനം കൊടുത്താൽ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടാൻ പാകത്തക്ക നിലയിൽ ആ ചെറുപ്പക്കാരനെ മാറ്റി തീർക്കാൻ സാധിക്കും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. സമരക്കാരൻ ഓടിയത് എന്തിനാണ് എന്ന് ഷംസീറിന് എങ്ങനെ പറയാൻ കഴിയും? അല്ലെങ്കിലും അച്ചടക്കം അടുത്ത കാലത്തായി ഷംസീറിന് വളരെ കുറവാണ്. ഒരു ബഹുമാനവുമില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ സഭയിൽ ഇക്കാര്യം ഉന്നയിച്ചിരുന്നതാണ്. ആളുകളെ ബഹുമാനിക്കാൻ ഇനിയെങ്കിലും ഷംസീർ പഠിക്കുമോ? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഞങ്ങളെ സഭാമര്യാദ പഠിപ്പിക്കണം. ഞാൻ ഒന്നാം സഭക്കകത്ത് വളരെ അച്ചടക്കത്തോടെ ഇരുന്നതാ. അച്ചടക്കത്തോടെ ഇരുന്നപ്പോ കണ്ട കാര്യം എന്താ? 35 എന്റെ പ്രായത്തെക്കാൾ അനുഭവ സമ്പത്തുള്ളവർ കൂക്കി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എന്തിനു മാന്യത കളിക്കണം? 35ഉം 40ഉം വർഷം സഭക്കകത്തിരിക്കുന്നവർ കൂക്കി വിളിക്കുമ്പം, സഭാമര്യാദകൾ ലംഘിക്കുമ്പം 10 ദിവസം മാത്രം പ്രായമുള്ള ഞാൻ എന്തെങ്കിലും അച്ചടക്ക ലംഘനം കാണിച്ച തെറ്റുണ്ടോ? അത് മാത്രമല്ല, സഭക്കകത്ത് നമ്മൾ മറ്റൊന്നും കൂടി കണ്ടു. എന്നെ ഓറിയന്റേഷൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. പിറ്റേന്ന് നോക്കുമ്പം 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഉന്നയിച്ച റൂൾ തെറ്റിപ്പോയി. ഇതല്ലേ കേരളം കണ്ടത്? അപ്പൊ നിങ്ങൾ ആത്മവഞ്ചകന്മാരാണ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നൊന്ന്. ഷംസീറിന് ആവശ്യമായ ഓറിയന്റേഷൻ ക്ലാസുകൾ ഉടൻ സ്പീക്കർ ഇടപെട്ട് സംഘടിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ക്ലാസ് സംഘടിപ്പിക്കുന്ന സ്ഥലത്ത് തെരുവുപട്ടി ഉണ്ടോ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നാടുനീളെ തെരുവുപട്ടികൾ പ്രകടനം തുടങ്ങിയ കാലമാണ്. കടിക്കുന്ന പട്ടികൾ UDF സർക്കാരിൻ്റെ കാലത്ത് പിറന്നതാണ് എന്ന വാദം ഉന്നയിച്ച് AK ബാലൻ സ്റ്റൈലിൽ ഇനി KT ജലീൽ രക്ഷപ്പെടാതിരുന്നാൽ മതി. ഇന്നത്തെ ഡെമോക്രസി അവസാനിപ്പിക്കും മുമ്പ് പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ജനത്തെ പട്ടി കടിച്ചു കൊല്ലുമ്പോൾ നിയമസഭയിൽ താടി ചർച്ച. താടി മതചിഹ്നമായി പ്രഖ്യാപിക്കണമെന്ന് ലീഗ്. താടി തങ്ങളുടേതാണെന്ന വാദവുമായി സംഘികൾ രംഗത്ത്. താടികൾ പലവിധമുണ്ട്. അഫ്ഗാൻ താടി, ബുൾഗാൻ താടി, ജപ്പാനീസ് താടി, വെല്ലും താടി, എല്ലാ താടി, അപ്പൂപ്പൻ താടി. സാർ, മതവുമായി അതിന് ഒരു ബന്ധവുമില്ല എന്നുള്ളത് അത് പറഞ്ഞ TV ഇബ്രാഹിം തന്നെ താടി വെച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. സാർ, അത് ആവശ്യമില്ലാത്തൊരു പരാമർശമാണ്. കാരണം താടി മതപരമാണ്. ലെനിന്റെ താടി വെക്കുന്നവരുണ്ടാവും, താടി വെക്കാത്തവരുണ്ട്, ഫാഷന് വേണ്ടി വെക്കുന്നവരുണ്ടാവും. താടി നിർബന്ധമുള്ള കാര്യമാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ 18 മെമ്പർമാരിൽ ഒരാളും താടി വെച്ചിട്ടില്ലല്ലോ. താടി ആദ്യം വച്ചവനാര്, നമുക്ക് പോകാം തേടി, ഈ താടി പാട്ടും പാടി. നിയമസഭയിൽ അച്ചടക്കം പഠിപ്പിക്കാൻ സ്പീക്കർ. സ്വന്തം സീറ്റിലിരിക്കാതെ പിച്ചുകയും മാന്തുകയും ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ റൂളിംഗ് കൊണ്ടുവരും. മെമ്പർമാർ സ്ഥലം മാറിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ബഹളം ഉണ്ടാക്കുക, അത് ഓർഡറിലാണോ സാർ? സ്വന്തം സ്ഥലത്ത് നിന്ന് ബഹളപ്പെട്ട നിയമസഭാ സാമാജികർ അവരവരുടെ സീറ്റുകളിൽ ഇരിക്കണം. ഞാൻ ഒന്നാം സഭക്കകത്ത് വളരെ അച്ചടക്കത്തോടെ ഇരുന്നതാ. അച്ചടക്കത്തോടെ ഇരുന്നപ്പോ കണ്ട കാര്യം എന്താ?
35 എന്റെ പ്രായത്തെക്കാൾ അനുഭവ സമ്പത്തുള്ളവർ ഊക്കിയൊടുക്കുകയാണ്. ഉമ്മൻചാണ്ടിയെ കൈകാര്യം ചെയ്യാൻ VS എത്തി രണ്ടാം വരവിൽ പ്രസംഗം എഴുതി കൊടുത്തത് ആരെന്ന് വെളിപ്പെടുത്തൽ. ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. ഒരു വൃത്തികെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട് ലോകത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന നീ പകപോക്കുകയാണല്ലേടാ. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണ്ടായെന്ന് തീരുമാനിച്ചതിന്റെ ഗുഡൻസ്. ഭാഷാ പരിജ്ഞാനം വെളിപ്പെടുത്തി ജോൺ ഫെർണാണ്ടസ്. സ്ഥലജല വിഭ്രാന്തിയുടെ അർത്ഥം കേട്ട് ഞെട്ടിത്തരിച്ച് കോൺഗ്രസുകാർ. സ്ഥലത്തെ സംബന്ധിച്ചുള്ള തന്റെ ധാരണക്ക് കുറവുണ്ടായെന്ന് മാത്രം അർത്ഥമുള്ളതിന് സ്ഥലജല വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട പദമൊന്നുമല്ല. എന്നാലും പറയാ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരമുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാഴ്ചയാ മതിയല്ലോ എന്ന് കരുതിയ. മാത്രമല്ല മലയാളത്തിലെ കടുകെട്ടി വാക്കുകൾ നിങ്ങളെപ്പോലുള്ള മാനദണ്ഡമുള്ളവരോട് പറഞ്ഞിട്ടെന്താ കാര്യം. പട്ടികൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.